എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കോഴിക്കോട് വരെ ഒന്ന് പോവുകയാണ്. ഞാനും മോനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ വണ്ടി എടുത്തിരുന്നു. അതിൻ്റെ ഒരു ഡെലിവറിയാണ്. അപ്പോൾ ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്കൊരു 5 മണി 5:30 മണിയൊക്കെ കഴിഞ്ഞു. 5 മണിക്കായിരുന്നു അവർ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ 5:30 കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ. പിന്നെ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കുറച്ചുണ്ടായിരുന്നു. ഇതാണ് ഷോറൂം കേട്ടോ. KVR ഹുണ്ടായിയുടെ ഷോറൂമാണ്, കോഴിക്കോടത്തെ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തത് നന്മണ്ട ഏജൻസി വഴിയാണ് നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ അവിടെയുള്ള അർജുൻ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ വണ്ടിയുടെ സെയിൽസ് ഓഫീസർ. അപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളവിടെ ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അപ്പോൾ ഇതാണ് അർജുൻ കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ ഇതാണ് KVR ഫിയറ്റിൻ്റെ ഷോറൂം കേട്ടോ. നല്ല ഒരു ഷോറൂമാണ്. ഇന്ന് ഒരുപാട് വണ്ടികളുടെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അർജുൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാണ്. ഇൻഷുറൻസ്, അതുപോലെ ടാക്സ് അടച്ച പേപ്പർ, ബില്ല്, കാര്യങ്ങളൊക്കെ 2 കോപ്പിയൊക്കെ ആയിട്ട് എടുത്ത് തന്നു. ഒന്ന് വണ്ടിയിൽ വെക്കാനും നമുക്ക് കയ്യിൽ വെക്കാനുള്ള 2 കോപ്പികളൊക്കെ എടുത്ത് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ടാക്സ് പേപ്പറൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്, പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടാക്സിൻ്റെ ഒരു റൗണ്ടിലൊക്കെ ആക്കി നമ്മൾ സൂക്ഷിക്കുമല്ലോ, സാധാരണ അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷേ അതൊരു പ്രിൻ്റ് ഔട്ട് മാതിരിയാണ്, അങ്ങനെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവൻ പരിചയപ്പെടുത്തിയത് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഒന്ന് ഫാസ്റ്റായിട്ട് ഇട്ടതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് ബില്ലിൽ കുറച്ച് ബാക്കി കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് പറഞ്ഞ് ഒക്കെ സെറ്റിൽ ചെയ്യാണ്, അക്കൗണ്ട്സൊക്കെ സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, ഹുണ്ടായിയുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിനകത്ത് നമ്മൾ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്തു. വാങ്ങിയതായിട്ട് നമുക്ക് കമ്പനി അറിയണമല്ലോ, നമ്മുടെ വാറൻറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനാണ് സഹായിക്കുന്നത്. അങ്ങനെ പ്രൊസീജിയേഴ്സൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. ഹുണ്ടായിയുടെ ഓപ്ഷണൽ എന്ന വണ്ടിയാണ്. ഓപ്ഷണൽ ടർബോ പെട്രോൾ വണ്ടിയാണ്, DCT ആണ് കേട്ടോ. അപ്പോൾ ഒരു AMT വണ്ടിയുടെ ഒരു ലാഗൊന്നും ഇതിനൊട്ടും ഫീൽ ചെയ്യില്ല. സ്ത്രീകൾക്കൊക്കെ നല്ല വണ്ടിയാണ് കേട്ടോ ഓടിക്കാൻ, വളരെ സുഖമാണ് ഓടിക്കാനൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ഓടിച്ച് നോക്കിയിരുന്നു. ഇതിൻ്റെ സമാനമായിട്ടുള്ള വേറെ N ലൈൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ ഓടിച്ച് നോക്കിയത്. സെയിം എല്ലാം, ബാക്കിയെല്ലാം സെയിമാണ്. അതിന് കുറച്ചും കൂടെ അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു വ്യൂ. അപ്പോൾ ചാവിയൊക്കെ കൈമാറാൻ വേണ്ടി അർജുൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചാവി കൈമാറുകയാണ്. അപ്പോൾ വലത്ത് ഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വലത്ത് ഭാഗത്തേക്ക് മാറി നിന്നു ഞങ്ങൾ. ഇടത്ത് വശത്തുനിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് വലത്ത് വശത്ത് നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അതിലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഓരോ വിശ്വാസമാണല്ലോ. നമ്മൾക്ക് വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് വിശ്വാസമായി പോകും കുറച്ചൊക്കെ അല്ലേ. അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നുണ്ടാവും എല്ലാവർക്കും, എന്നാലും ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ കീയൊക്കെ കൈമാറി, ചാവി കൈമാറി, അതിനുശേഷം പേപ്പേഴ്സൊക്കെ കൈമാറി, പേപ്പേഴ്സും കീയും ഒറിജിനൽ കീയും ഒക്കെ കൈമാറി. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങാണ്. അപ്പോൾ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ കണ്ടു നോക്കൂ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് വണ്ടി. ഞാൻ തന്നെയാണ് ഓടിച്ചത്. അർജുൻ സൈഡിലിരുന്നു, കാരണം ഇത് ശീലമാവണമല്ലോ. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല മുഴുവൻ.
അപ്പോൾ അർജുൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് ഇടത്ത് വശത്ത് അവൻ ഇരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് വീട് വരെ ഡ്രൈവ് ചെയ്തത്. ഡ്രൈവിങ് വളരെ സിമ്പിളാണ്, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പോരാമല്ലോ, അതാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. എൻ്റെ വണ്ടി മാനുവലാണ്, അപ്പോൾ നേരത്തെ വണ്ടി. അപ്പോൾ അത് കൊടുത്തിട്ടില്ല കേട്ടോ, ആർക്കെങ്കിലും വേണേൽ പറഞ്ഞോളൂ, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തു. ആദ്യം നമ്മളൊന്ന് മുന്നോട്ടെടുക്കുമല്ലോ, ചെറുനാരങ്ങയൊക്കെ വെച്ച് നമ്മൾ വണ്ടി ഒന്ന് കുറച്ച് മുന്നോട്ടെടുക്കുമല്ലോ, അതാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് പോവുകയാണ്. അപ്പോൾ കണ്ടു ഇപ്പോൾ 6 മണി കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 6:30 മണി കഴിഞ്ഞു. വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോൾ വീട്ടിലേക്ക് കയറ്റിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിളക്കും അതുപോലെ അഷ്ടമംഗല്യമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയെ ഇങ്ങോട്ട് കയറ്റിയത്. ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ അമ്മ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അഷ്ടമംഗല്യമൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ലിനിയ കുട്ടിയുടെ പുറത്ത് എല്ലാം വെച്ച് കണ്ടില്ലേ, വിളക്കൊക്കെ കൊളുത്തി നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് ഭസ്മമൊക്കെ തൊടുവിച്ച് നമ്മൾ വണ്ടീനെ വീട്ടിലേക്ക് കയറ്റി. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.